ഹലോ. അപ്പോൾ ഇപ്പോൾ DLEDൻ്റെ അഡ്മിഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് എന്താണ് DLED, ഇത് പഠിക്കണോണ്ടുള്ള കാര്യങ്ങൾ എന്താണ്, എങ്ങനെ ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്നൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പോൾ DLED പാസ് ഔട്ട് ആയ ഒരാളാണ്. പാസ് ഔട്ട് ആയ പിന്നെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്, റിസൾട്ട് വന്നിട്ടില്ല. ഈ 2026 ഇപ്പോൾ ജൂൺ 8-ാം തീയതി ആയിരുന്നു ലാസ്റ്റ് എക്സാം ഉണ്ടായിരുന്നത്. റിസൾട്ട് വന്നിട്ടില്ല. അപ്പോൾ ഈ കഴിഞ്ഞ് പാസ് ഔട്ട് ആയ ബാച്ചാണ്. പാസ് ഔട്ട് ആയി പറഞ്ഞാൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടില്ല, എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷത്തെ കോഴ്സാണ്, ഡിപ്ലോമയാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടോ ചോദിച്ചാൽ കുറച്ച് വിഷയങ്ങൾ പഠിക്കാനുണ്ട്. എല്ലാ വിഷയങ്ങളും നമ്മൾ LP UP ക്ലാസ്സുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അത് തന്നെയാണ് നമുക്ക് ഇവിടെയും പഠിക്കാനായിട്ട് വരുന്നത്. സബ്ജക്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്, പിന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഫിലോസഫി, സൈക്കോളജി എന്നുള്ള 2 സബ്ജക്റ്റ് വരുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് താല്പര്യത്തിന് വേണ്ടി എടുത്തൊരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാൻ പഠിച്ച സ്ഥലത്ത് കുറേ കുട്ടികൾ കോഴ്സ് ഇഷ്ടമല്ലാണ്ട് വന്ന ആൾക്കാരുണ്ട്, അതേപോലെ സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട് വന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഈ കോഴ്സ് എൻജോയ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ആദ്യത്തെ ദിവസം ഞാൻ ഈ കോഴ്സിന് വേണ്ടി പോയ സമയത്ത് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ ഇങ്ങനെ സംസാരിക്കാത്ത ഒരാളായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ, ഇങ്ങനെയാണ് ക്ലാസ് എടുക്കുക, അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ നമ്മൾ ഒരു 44 ആളായിരുന്നു ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഗ്രാജുവലി എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കാനും പിന്നെ നമ്മൾ സോഷ്യലായിട്ട് നല്ല ഇൻട്രാക്ട് ചെയ്യാനൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് ഗ്രാജുവലി കുറച്ച് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ. പിന്നെ വിഷയങ്ങൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് സെമ്മിൽ എല്ലാ വിഷയങ്ങളും പഠിക്കാനുണ്ട് കേട്ടോ. എല്ലാ വിഷയങ്ങളും ഫസ്റ്റ് സെമ്മിൽ EVS ആണ്. ഫസ്റ്റ് സെമ്മിലും തേർഡ് സെമ്മിലും EVS എന്നുള്ള സബ്ജക്റ്റാണ് വരുന്നത്. പക്ഷേ സെക്കൻഡ് സെമ്മിലും ഫോർത്ത് സെമ്മിലാവുമ്പോഴും EVS എന്നുള്ളത് സയൻസും സോഷ്യൽ സയൻസും അങ്ങനെ 2 സബ്ജക്റ്റായിട്ടാണ് വരുന്നത്. ബാക്കിയെല്ലാം എല്ലാ സെമ്മിലും ഉണ്ട്, എല്ലാ വിഷയങ്ങളും. പിന്നെ ESA ആണ് എല്ലാ വിഷയങ്ങൾക്കും ഓരോ സെമിസ്റ്റർ കഴിയുമ്പോൾ 4 സെമിസ്റ്ററായിട്ടാണ് DLED കോഴ്സ് ഉള്ളത്. അതിൽ ഓരോ സെമിസ്റ്റർ കഴിയുമ്പോഴും അതിൻ്റെ അവസാനത്തിൽ ESA എക്സാം ഉണ്ടായിരിക്കും. അത് നമ്മളെ എല്ലാ സബ്ജക്റ്റിലും ESA എക്സാം ഉണ്ടായിരിക്കും. അതിൻ്റെ മാർക്കിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ CE മാർക്ക് ഇടുന്നുണ്ടാവുക. പിന്നെ എല്ലാ പെർഫോമൻസും അതുപോലെ ഈ ESA എക്സാമിൻ്റെ മാർക്കും കൂടി പരിഗണിച്ചിട്ടാണ് നമ്മുടെ CE മാർക്ക് ഇടുക. പിന്നെ ഫസ്റ്റ് സെമ്മിൽ പബ്ലിക് എക്സാം ആയിട്ട് നമുക്ക് എഴുതാനുണ്ടായിരുന്നത് ഫിലോസഫി സൈക്കോളജി. പിന്നെ ഫിലോസഫി സൈക്കോളജി ആയിരുന്നു ഫസ്റ്റ് സെമ്മിൽ നമുക്ക് എക്സാം ആയിട്ട് ഉള്ളത്. പിന്നെ സെക്കൻഡ് സെമ്മിൽ വരുമ്പോൾ ഫിലോസഫിയും സൈക്കോളജിയും ഉണ്ട്, അതേപോലെ ആർട്ട് ആൻഡ് വർക്ക് എഡ്യൂക്കേഷൻ അതൊരു പേപ്പറാണ്, അതും സെക്കൻഡ് സെമ്മിലാണെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ തേർഡ് സെമ്മിൽ വരുമ്പോൾ നമുക്ക് ഇതുവരെ പഠിച്ച, അതായത് നമ്മളെല്ലാ സെമ്മിലും എക്സാം വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് സെം മുതൽ പഠിച്ച എല്ലാം ചേർത്തിട്ടാണ് ലാസ്റ്റ് ഏത് സെമ്മിലാണോ ആ വിഷയം എക്സാമായി വരുന്നതെങ്കിലും ഫസ്റ്റ് സെം മുതൽ എടുത്ത കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. പിന്നെ തേർഡ് സെമ്മിൽ ഇംഗ്ലീഷും മലയാളവും പിന്നെ വർക്കല്ല PT ആണ് എക്സാം ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തേർഡ് സെമ്മിൽ ഇംഗ്ലീഷ് എക്സാം എഴുതുകയാണെങ്കിലും ഫസ്റ്റ് സെമ്മിലെയും സെക്കൻഡ് സെമ്മിലും തേർഡ് സെമ്മിലും കണ്ടൻറ്റ് ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഈ തേർഡ് സെമ്മിലെ എക്സാം, പബ്ലിക് എക്സാം എന്ന് പറയുന്നത്. പിന്നെ ഫോർത്ത് സെമ്മിലാണെങ്കിൽ SS സോഷ്യൽ സയൻസ്, സയൻസ് പിന്നെ മാത്സ്, ഈ 3 വിഷയമാണ് ഫോർത്ത് സെമ്മിൽ എക്സാമായിട്ട് പബ്ലിക് എക്സാമായിട്ട് വരുന്നത്. ആ എക്സാമിൽ ഇതേപോലെ തന്നെ ഫസ്റ്റ് സെമ്മ് മുതൽ ഫോർത്ത് സെമ്മ് വരെയുള്ള എല്ലാ കണ്ടൻറ്റും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ സോഷ്യലും സയൻസും മാത്സും എക്സാം നടത്തുക. അതിൽ ഈ സോഷ്യലും സയൻസും സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് സെക്കൻഡ് സെമ്മിലും ഈവൻ നമ്പർ സെമ്മിലാണ് സയൻസും അതുപോലെ സോഷ്യലും ഉള്ളത്. ഓഡ് നമ്പേഴ്സ് ഉള്ള സെമ്മിൽ EVS എന്നുള്ള സബ്ജക്റ്റായിട്ടാണ് പഠിക്കാനുള്ളത്. നമ്മൾ ഫോർത്ത് സെമ്മിൽ സോഷ്യൽ സയൻസ് എന്നുള്ള സയൻസ് എന്ന എക്സാം എഴുതുമ്പോൾ നമുക്ക് വരുന്നത് ഈ സയൻസും സോഷ്യൽ സയൻസും ഉണ്ടായിരുന്ന 2ാമത്തെയും 4ാമത്തെയും സെമ്മിലെ കണ്ടൻറ്റാണ്. പിന്നെ നമ്മളെ സോഷ്യലി നമ്മളെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സായിട്ട് എനിക്ക് തോന്നി. ഞാൻ അധികം ഇങ്ങനെ സംസാരിക്കാത്ത അങ്ങനത്തെ ഒരു ടൈപ്പ് ആളായിരുന്നു.
ആദ്യം ഈ കോഴ്സ് ജോയിൻ ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് ഡേയിൽ എനിക്കിപ്പോഴും എക്സ്പീരിയൻസ് ഉണ്ട്. ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പോലും എനിക്ക് നല്ല ഒരു ടെൻഷനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു. പിന്നെ ഞാൻ റെഡിയായി ക്ലാസ് എടുക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു 2 വർഷത്തെ കോഴ്സാണെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് 2 വർഷം കംപ്ലീറ്റ് ആയിട്ടൊന്നും കിട്ടില്ല. ഞാനിപ്പോൾ 2024 ഓഗസ്റ്റിലൊക്കെ ആയിട്ടാണ് ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരാഴ്ച മാത്രമേ ക്ലാസ് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഓണം വെക്കേഷനായിട്ട് ലീവായിരുന്നു. അപ്പം ഞാനിപ്പോൾ കഴിഞ്ഞു, എൻ്റെ കോഴ്സ് കഴിഞ്ഞു. ഇനി ഒരു 2 മാസം കൂടി ഞാൻ ജോയിൻ ചെയ്ത ഡേറ്റ് ആവാനായിട്ടുണ്ട്. മാർച്ചിൽ ഞങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആയതാണ്. പിന്നെ എക്സാമായിട്ട് ഡിലേ ആയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആയത്, ഈ ജൂണിൽ എക്സാം ആക്കിയത്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഒരു 1.5 വർഷം അല്ലെങ്കിൽ ഒരു അത്രയൊക്കെയാണ് സമയം നമുക്ക് കോഴ്സിന് കിട്ടുക. അതിൽ തന്നെ നമ്മൾ 1 വർഷം അല്ലെങ്കിൽ 1.25 വർഷമൊക്കെയാണ് നമ്മളെ കോളേജിൽ നമ്മൾ പഠിക്കുക. ബാക്കി 6 മാസത്തോളം നമ്മുടെ ഇൻറ്റേൺഷിപ്പാണ് വരുന്നത്. ഇനി ഇതിലെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻറ്റേൺഷിപ്പ്. ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് പറയുമ്പോൾ ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും നമുക്ക് 5 ദിവസത്തെ ഇൻറ്റേൺഷിപ്പാണ്. അതിൽ നമുക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യാനായിട്ട് ഉണ്ടാവില്ല. നമ്മൾ ഓരോ വിഷയങ്ങളും എങ്ങനെയാണ് സ്കൂളിൽ എടുക്കുക, അല്ലെങ്കിൽ ആ സ്കൂളിൽ എന്തെങ്കിലും സർവേ പോലെ അങ്ങനത്തെ എന്തെങ്കിലും ട്രൈ ഔട്ടുകളായിരിക്കും ഈ 1-2 സെമ്മുകളിൽ പ്രധാനമായിട്ട് ഉണ്ടാവുക. ഇപ്പോൾ ആദ്യം ഫസ്റ്റ് സെമ്മിൽ LP സ്കൂളിലാണ് 5 ദിവസത്തെ ഇൻറ്റേൺഷിപ്പ്. രണ്ടാമത്തെ സെമ്മിൽ നോക്കുകയാണെങ്കിൽ UP സ്കൂളിലാണ് 5 ദിവസത്തെ ഇൻറ്റേൺഷിപ്പ്. ഒന്നാമത്തെ സെമ്മിൽ ട്രൈ ഔട്ടുകളുണ്ട്. അതുപോലെ നമുക്ക് ക്ലാസ് ആയിട്ട് എടുക്കാനുള്ളതും ഉണ്ടാവും, ട്രൈ ഔട്ടുകളായിട്ടും ഉണ്ടാവും. ഈ ട്രൈ ഔട്ടുകളൊക്കെ നമ്മൾ ഫസ്റ്റ് സെമ്മിലൊക്കെ 2 ആളുകൾ ചെയ്തിട്ട് ഒപ്പം ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഇതുണ്ട്. പക്ഷെ തേർഡ് സെമ്മിൽ ഫോർത്ത് സെമ്മിലും വരുമ്പോൾ നമ്മൾ ക്ലാസ് ആയിട്ട് തന്നെ എടുക്കണം. പിന്നെ തേർഡ് സെമ്മിൽ നമ്മൾ 45 ദിവസത്തെ ഇൻറ്റേൺഷിപ്പാണ് വരുന്നത്. പിന്നെ ഫോർത്ത് സെമ്മിലും 45 ദിവസത്തെ. മൊത്തം നമ്മൾ ടീച്ചർ എന്ന നിലയിൽ ഫുള്ള് കംപ്ലീറ്റ്ലി അല്ല, ബാക്കി 10 ദിവസത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടീച്ചർ എന്നുള്ള നിലയിൽ തന്നെയാണ്. പക്ഷെ നമ്മൾ അപ്പോൾ കൂടുതലായിട്ടും എങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ടത്, മറ്റ് ടീച്ചേഴ്സ് എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, സ്കൂളിനെ മൊത്തം നമ്മളൊരു ടീച്ചറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിൽ എങ്ങനത്തെ ഇടപെടലുകൾ നടത്തണം എന്നുള്ളതിനൊരു ട്രെയിനിങ് ആണ് ഈ ആദ്യത്തെ ഫസ്റ്റ് സെമ്മിൽ സെക്കൻഡ് സെമ്മിൽ 10 ദിവസത്തെ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഫോർത്ത് സെമ്മിൽ തേർഡ് സെമ്മിലെ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയണത് അങ്ങനെയല്ല. നമ്മളെ ടീച്ചറായിട്ട് നമ്മൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കേണ്ട, ശരിക്കും എങ്ങനെയാണ് ഒരു ടീച്ചർ ക്ലാസ് എടുക്കേണ്ടത് അതേ രീതിയിൽ ക്ലാസ് എടുക്കേണ്ട സെമ്മുകളാണ് തേർഡ് സെമ്മും ഫോർത്ത് സെമ്മും എന്ന് പറയണത്. പിന്നെ ഇൻറ്റേൺഷിപ്പ് നമ്മളാദ്യം നമ്മളിങ്ങനെ പ്രിപ്പയർ ആയിട്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്നല്ല കോളേജിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട എല്ലാ സപ്പോർട്ടും നമുക്ക് തന്നിട്ട് നമ്മളെ ക്ലാസ്സുകൾ കണ്ട് നമുക്ക് പല ക്ലാസ്സുകളും കാണാനുള്ള അവസരം നൽകി അങ്ങനെ നമ്മളെ നല്ല പ്രിപ്പയർ ആയിട്ടായിരിക്കും നമ്മളൊരു ടീച്ചറായിട്ട് ഒരു സ്കൂളിലേക്ക് വിടുക. അപ്പോഴേക്കും നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാനേജ് ചെയ്തിട്ട് മാറും. ഇപ്പോൾ തേർഡ് സെമ്മിലാണെങ്കിൽ നമ്മൾ ഇൻറ്റേൺഷിപ്പ് പോണതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ക്ലാസ്സുകൾ എടുക്കാനായിട്ടുണ്ടാവും. നമ്മൾ വേറെ സ്കൂളിൽ ഞങ്ങളിപ്പോൾ ഡയറ്റിൽ പഠിച്ചുകൊണ്ട് അവിടുത്തെ സ്കൂളിൽ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാനുള്ള അവസരവും നമ്മുടെ കൂടെ പഠിക്കുന്ന മറ്റു കുട്ടികൾ നമ്മുടെ ക്ലാസ് എങ്ങനെയുണ്ടെന്ന് വിലയിരുത്തി പറയാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തന്നെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവാനും വേറെ നമ്മുടെ കൂടെ ഉള്ളതിനെ നല്ല ക്ലാസ്സുകൾ എടുത്ത കുട്ടികളുണ്ടാവും, അവരുടെ ക്ലാസ് കാണാനും അതിലെ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ എടുക്കാനൊക്കെ ഉള്ള ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനൊക്കെ ഉള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുക. പിന്നെ ഫോർത്ത് സെമ്മിലും ഇതേപോലെ സിമിലർലി നമുക്ക് അനാലിസിസ് ക്ലാസ് ഉണ്ടാവും, ഒബ്സർവേഷൻ ക്ലാസ് ഉണ്ടാവും, നമ്മൾ ക്ലാസ് എടുക്കേണ്ടി വരും. അനാലിസിസ് ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലാസ് ഒരു നല്ല അധ്യാപകരുടെ ക്ലാസ് ഉണ്ടാവും, അത് കണ്ടിട്ട് നമ്മളതിനെ ഇതാക്കുകയാണ്. പിന്നെ ഒബ്സർവേഷൻ ക്ലാസ് ഉണ്ടാവും, നമ്മുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ക്ലാസ് കണ്ടിട്ട് അതിനെപ്പറ്റി നമ്മുടെ ഫീഡ്ബാക്കും അതേപോലെ ആ ക്ലാസ്സിൽ നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കത് ഇംപ്ലിമെൻ്റ് ചെയ്യാനും പിന്നെ അവരെ കുറിച്ചിട്ട് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതാക്കാനും ഒക്കെ ഉള്ള അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഫുള്ളി പ്രിപ്പയർ ആയിട്ടായിരിക്കും നമ്മൾ സ്കൂളിൽ പോവുക. അങ്ങനെയാണ് ഫോർത്ത് സെമ്മിൻ്റെയും തേർഡ് സെമ്മിൻ്റെയും കാര്യം. ഇത് ഈ കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ കോഴ്സ് കഴിയണ വരെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ട്രെയിൻ പോലെ സമയം പോകും. നമ്മൾ കയറിയത് മാത്രമേ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ, ഇറങ്ങുമ്പോഴായിരിക്കും ഇത്ര പെട്ടെന്ന് സമയം പോയി എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അത്രയും സ്പീഡിൽ ഈ കോഴ്സ് കഴിഞ്ഞ് പോകും എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം.
നമ്മൾ ഫസ്റ്റ് സെമ്മിൽ കയറിയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് എക്സാം വരും. അത് കഴിഞ്ഞാൽ കുറച്ചൊരു ഇത് കൊണ്ട് ഞങ്ങൾ പബ്ലിക് എക്സാം കുറച്ച് സെക്കൻഡ് സെം ആയപ്പോഴായിരുന്നു പബ്ലിക് എക്സാം ഉണ്ടായിരുന്നത്. എന്നാലും വേഗം വേഗം എന്നും പിന്നെ ഓരോന്ന് പഠിക്കാനല്ല, എന്നും ഇടയ്ക്കിടയ്ക്ക് എക്സാംസൊക്കെ ഉണ്ടാവും. പിന്നെ പഠിക്കേണ്ട കാര്യം, പഠിക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കണേക്കാൾ കൂടുതൽ ഇതിൽ ചെയ്യാനായിട്ട് ഒരുപാട് വർക്കുകൾ ഉണ്ടാവും കോഴ്സിന്. മീൻസ് എഴുതാനായിട്ടും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും ഇതിൽ. ഈ കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് എഴുതിക്കോളും. കുറേ വർക്കുകൾ എഴുതാനുണ്ടാവും. ഞങ്ങളുടെ ഫസ്റ്റ് സെമ്മിൽ ഞങ്ങൾക്ക് അധ്യാപകർ, ഞങ്ങൾ ഡയറ്റിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ അവിടെ ആദ്യം ഞങ്ങൾ ചെന്ന സമയത്ത് അധ്യാപകർ കുറവായിരുന്നു. അതുകൊണ്ട് ആദ്യം ഞങ്ങൾക്ക് അത്രയൊരു ഇതുണ്ടായിരുന്നില്ല. വർക്കുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നെ അത്ര ഒരു വർക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് സെമ്മ് ഫോർത്ത് സെം ആയപ്പോൾ കുറച്ച് അധ്യാപകർ വന്നു. അപ്പോൾ കൂടുതൽ വർക്കുകൾ, ശരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ അത്യാവശ്യം നല്ല വർക്കുകൾ ഉണ്ടാവും. കമ്പാരിറ്റീവ്ലി ഞങ്ങൾ ഡയറ്റിലായതുകൊണ്ട് അധ്യാപകർ അന്ന് ഉണ്ടായില്ല എന്നുള്ള റീസൺ കൊണ്ട് കുറച്ച് വർക്കുകൾ കുറവായിരുന്നു. എന്നാലും എഴുതാൻ കുറേ ഉണ്ട്. പിന്നെ പഠിക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻറ്റ്, ടെക്സ്റ്റ് ബുക്കിലെ കണ്ടൻറ്റ് ആണ്. നമ്മൾ എസ്എസും സയൻസൊക്കെ എടുക്കുകയാണെങ്കിൽ കൂടുതലും ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കുട്ടികളെ എന്താ പഠിപ്പിക്കണം അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളൊരു അധ്യാപിക എന്നുള്ള നിലയിൽ നമ്മളിപ്പോൾ ക്ലാസ്സിൽ അറിയേണ്ട കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടുള്ളത് എല്ലാ സെമ്മിലും നോക്കുകയാണെങ്കിൽ. പിന്നെ സൈക്കോളജിയും ഫിലോസഫിയാണ് നമുക്ക് ഇതുവരെ ബന്ധമില്ലാത്തൊരു വിഷയം എന്നുള്ള രീതിയിൽ വരുന്നത്. ബാക്കി എല്ലാ വിഷയങ്ങളും നമുക്ക് ബന്ധമുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. അത് നമ്മൾ എങ്ങനെയാണ് ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നോക്കിക്കാണുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെയാണ് പഠിക്കാനുള്ളത്. പിന്നെ ഒരു ക്ലാസ് നമ്മൾ വിചാരിക്കും, പണ്ടൊക്കെ എങ്ങനെയാണ് വിചാരിച്ചിരുന്നത്, ടീച്ചർമാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ വരിക, ക്ലാസ് എടുക്കുക, ടെക്സ്റ്റ് ബുക്ക് നോക്കുക, ക്ലാസ് എടുക്കുക. അങ്ങനെയല്ല. അതിന് മുമ്പ് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനെ പറ്റിയിട്ടും അതെങ്ങനെയാണ് ചെയ്യുക, അതൊക്കെയാണ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ആയിട്ട് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അതൊക്കെയാണ് പിന്നുള്ളത്. പിന്നെ ഈ കോഴ്സിൽ കമ്പൽസറി എന്ന് പറയുന്നത് ക്യാമ്പും ടൂറുമാണ്. ക്യാമ്പ് 15 ദിവസം, ടൂറും ഇതേപോലെ 15 ദിവസം 10 ദിവസം, എനിക്കിത് കറക്റ്റ് ഓർമ്മയില്ല, അത്ര എന്തോ ദിവസം അത് കമ്പൽസറി ആണ്, എല്ലാവരും പോവേണ്ടതാണ്. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് സെമ്മിൽ തന്നെ ടൂറും, ഫസ്റ്റ് സെമ്മല്ല സെക്കൻഡ് സെമ്മിൽ തന്നെ ടൂറും അതേപോലെ ക്യാമ്പും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെയുള്ള പ്രോസസ്സിൽ കുറച്ച് സമാധാനപരമായിട്ട്, സമാധാനം മീൻസ് സമാധാനം ഇല്ല എന്നല്ല, കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് പോകാൻ പറ്റി. അതേസമയം നമ്മൾ 15 ദിവസത്തെ ടൂർ ഞങ്ങൾ കഴിഞ്ഞിട്ട് ഓഗസ്റ്റിൽ ഞങ്ങൾ ജോയിൻ ചെയ്ത ശേഷം ഒരു ഫെബ്രുവരിയിലാണ് ഞങ്ങൾ ടൂർ പോകുന്നത്. അത് ഹൈദരാബാദായിരുന്നു. 15 ദിവസത്തെ ടൂറായിരുന്നു അത്. ഇതേപോലെ അപ്പം കഴിഞ്ഞുകൊണ്ട് അപ്പം നമുക്ക് ക്ലാസ്സുകൾ 5 ക്ലാസ് എടുക്കാറുള്ളൂ, LPയിലാണെങ്കിലും UPയിലാണെങ്കിലും. അപ്പം നമുക്ക് കുറച്ചും കൂടി സമയമുണ്ട്. ബാക്കി നമ്മൾ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ നോക്കുന്നത്. അപ്പം ആ സമയത്തായതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ലാസ്റ്റ് നമ്മൾ തേർഡ് സെമ്മ് ഫോർത്ത് സെമ്മ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ടൈമും കോളേജിലേക്ക് വരുന്ന ദിവസങ്ങളെന്ന് പറയുമ്പോൾ ആകെ ഒരു 3 മാസമോ 4 മാസമായിരിക്കും ശരിക്കും കോളേജിലേക്ക് വന്നിട്ടുണ്ടാവുക. ബാക്കി ടൈമെല്ലാം നമ്മൾ സ്കൂളിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാനോ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഞങ്ങളുടെ നേരത്തെ കഴിഞ്ഞുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ ക്യാമ്പാണെങ്കിലും ആ സമയത്ത് തന്നെ ഏപ്രിലായിരുന്നു, അതായത് സെക്കൻഡ് സെമ്മിൽ മെയ് സമയത്തായിരുന്നു ഞങ്ങളുടെ ക്യാമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ജൂലൈ മുതൽ ഞങ്ങളുടെ ഇൻറ്റേൺഷിപ്പായി തേർഡ് സെമ്മിൻ്റെ. പിന്നെ ഫോർത്ത് സെമ്മ് ഇൻറ്റേൺഷിപ്പ് ഡിസംബർ ജനുവരി ആ സമയമായപ്പോൾ ആയി. മാർച്ച് ആയപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ മാർച്ച് 31 കൂടി എല്ലാം അവസാനിച്ചു. അത് ഇത്ര സമയം വേഗം പോകുന്നൊരു കോഴ്സാണ്. പിന്നെ ഈ കോഴ്സിനെ പറ്റിയിട്ട് എന്താ പറയുകയെന്ന് വെച്ചാൽ, താല്പര്യമുള്ളവർക്ക് ഇഷ്ടപ്പെട്ടെടുത്ത് പഠിക്കാൻ പറ്റിയൊരു കോഴ്സാണ്. അങ്ങനെ അത് ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ്. താല്പര്യമില്ലാണ്ട് ഈ കോഴ്സിന് വരരുത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പക്ഷെ ഇഷ്ടപ്പെട്ട് എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പല ആൾക്കാരും ഇഷ്ടപ്പെടാണ്ട് വന്നിട്ട് ഈ കോഴ്സ് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.